ദുന്യാവിന്റെ എല്ലാ ഭാഗത്തും പോണെന്തിനാ? അയാളോട് എല്ലാവർക്കും ദേഷ്യം. അപ്പൊ മെഞ്ഞാന്ന് വിളിച്ചു നോക്കും, അയാൾ എവിടെയോട് മൊറോക്കൂല. പിന്നെ വിളിച്ചു നോക്കും, പിന്നെ കാണുന്നത് എവിടെയാണ്? ബംഗ്ലാദേശിൽ. ഇബ്രാഹിം സാഹിബ് എവിടെ എത്തിപ്പാ? മന്ത്രിയായോ? CM-നെ പിടിച്ചവര് മോശാകൂല. എന്നെ പിടിച്ച് വേറും വേദം പേടിക്കണ്ടെന്ന് മീന്തിച്ച് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പൊ എല്ലാ മഹാന്മാരും വന്നു. എനിക്ക് കഴിയൂല, പറയാനും അറിയില്ല. CM-ന്റെ മന്ത്രി നമ്മളെ തങ്ങൾ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗം അതാ ഇതുവരെ നടന്നത്. ഇവിടെ കൂടി ആളുകൾ ഞാൻ വരുമ്പം പോകാനും വരാൻ കഴിഞ്ഞില്ല, അത്ര ആളാണ്. ഞാനൊരു പാർട്ടി ഓതിയതായിരുന്നു, നാസിൻ ഓതി വരക്കാൻ അവിടെ പറ്റൂല, അത്ര തിരക്കായതുകൊണ്ട് പാർട്ടി അവരെ വർക്കത്തുകൊണ്ട് നമ്മളെയും ഉദ്ദേശമല്ല നിർത്തില്ല. ഞാൻ പോയിട്ട് ഉള്ളാത്തെത്തുമ്പോൾ പാസ്പോർട്ടും അവിടെ ഉണ്ടാകണം. ഞാൻ ഒരുത്തരോട് ചോദിക്കണ്ടല്ലോ. എന്റെതെന്തെങ്കിലും കാണാതായ ഞാനെന്താ ചെയ്യുന്നറിയോ? എനിക്കൊരു പാപ്പുണ്ട്, ഇന്നമ്മന്റെ പാപ്പല്ല, അപ്പൊ കൊന്നാരല്ലേ. കുഞ്ഞുള്ള തങ്ങൾ മൂപ്പരെ വിളിക്കരുത്, മൂപ്പരെ വേണ്ടി നിർച്ചാക്കും. ഒരു ഫാത്തിയ ഒരു യാസീന നിർത്തിയാക്കി അത് ഓതി കഴിയുന്നതിന് മുമ്പ് ആ സംഗതി കിട്ടും. ഇത് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞിട്ട് ഓരോ വലിയ അവിയാക്കന്മാരായി, ഓരോ വലിയ അവിയാക്കന്മാർ സ്ഥാനത്തെത്തി. കാണാതായ വർത്താന പറഞ്ഞത് കുഞ്ഞുള്ള പാപ്പ, തങ്ങളെ കുഞ്ഞുള്ള പാപ്പ എന്നറിഞ്ഞാട് പേരിൽ മാറ്റിയാസിനോട് വല കഴിക്കും. ഞാൻ പിന്നെ ഓതട്ടെ എന്ന് പുതിയ തോന്നിട്ടുണ്ടാക്കണത് എനിക്കത്ര കിട്ടുന്നില്ല. ഒരു യാസീൻ ഞാൻ ഓതി നിർത്തിയാക്കി വെച്ചു. പോകാനാവുമ്പത് കിട്ടിയാൽ മതിയല്ലോ. അള്ളാഹു എത്തിക്കട്ടെ. അവൻ നിങ്ങളെല്ലാം നേർക്ക് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നമ്മൾ യാറത്ത് മരിക്കണവരെ പോകാനും ആഫിയത്തും അള്ളാഹു തരട്ടെ. അതിനല്ലാതെ വേറെന്തിനാണ് നിൽക്കുന്നത്? എന്നെ സംബന്ധിച്ചോളം എന്റെ വയസ്സുള്ളവർ ഇവിടെ ഉണ്ടാവുമെന്നറിയില്ല അല്ലോ. ഇല്ല, അയാൾക്കൊക്കെ വളരെ കുറഞ്ഞ വയസ്സാണ്. എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇത്ര വയസ്സ്, അത്ര വയസ്സ്, ഇത്ര വയസ്സ്. നിന്റെ വയസ്സ് നിങ്ങൾക്ക് അടുത്ത് വരില്ല, അറിയോ? ചിലർ കുറച്ച് ആസ്തി പറയും, ചിലർ കുറച്ച് കുറഞ്ഞു പറയും. അതൊന്നും ശരിയായ വയസ്സല്ല. പക്ഷെ വയസ്സ് ഏറ്റും കുറച്ചും പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇതുപോലെ പറയണ്ടെന്ന വയസ്സ് ഉള്ളതുപോലെ പറയത് കുറച്ച് പറയണം. 100 വയസ്സായ എനിക്ക് 100 വയസ്സായെന്ന് പറയണ്ട. പിന്നെ 70 കഴിഞ്ഞെന്ന് പറഞ്ഞോ തെറ്റില്ലല്ലോ. 70 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇത് തെറ്റുണ്ട് എന്ന മുതൽ പറയണമെന്ന. CM വലിയുള്ളാഹി മഹാനവറുകൾ വല്ലാത്ത ആളാണ്. അവരെ ബർക്കത്ത് നമുക്ക് കിട്ടിയാൽ തന്നെ മതി, ആരതും വേണ്ട. അതിനല്ല ഈ ആളൊക്കെ കൂടിയത് നമ്മളവരെ പ്രശ്നം കാക്കാനട്ട. അതൊന്നുമല്ല, CM വലിയുള്ളാഹിന്റെ ആണ്ടാണല്ലോ, അതിന് നമ്മൾ പോവുക. അവരെ മരിച്ചപ്പോ ഞാൻ എത്തിയതെത്ര കുതിരത്തെന്നറിയുങ്ങൾ? ഞാൻ ഉള്ളാളത്തുള്ള ഞാനെങ്ങനെ ഇവിടെ എത്തുക? ഞാൻ കാഞ്ഞങ്ങാട് വന്നെന്തോ ഒരു ആവശ്യത്തിന്, അത് അവിടെ നിന്ന് നേരെ സ്റ്റേഷനിൽ കാത്തു ടിക്കറ്റ് എടുത്തിട്ട് അപ്പോ ഒരാൾ വന്ന് പറഞ്ഞ് CM മരിച്ചു വയ്ക്കണം. ഉടനെ ഉണ്ടാക്കി നേരെ കോഴിക്കോട്ടേക്ക് കയറി. കോഴിക്കോട്ട് കയറി നോക്കുമ്പോ അവിടുന്ന് മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു വളവിധി മേം കാറ് പിടിച്ച് ഇങ്ങോട്ട് വന്നു. അള്ളാഹു എത്തിച്ചതാണത്. അങ്ങനെ എല്ലാ സംഗതി ഓനാക്കിയാലേ നമ്മളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് നല്ലത് ചെയ്യാനും ചീത്തത് ഉപേക്ഷിക്കാനും ഉള്ള തൗഫീഖ് അള്ളാഹു അവരെല്ലാം ബർക്കത്തുകൊണ്ട് നമുക്ക് ചെയ്തു തരട്ടെ. വല്ല ഇൽമിന്റെയോ ദിക്റിന്റെയോ മജലിസ് കണ്ടാൽ ആ കണ്ട മലക്കുകൾ മറ്റുള്ളവരോട് വിളിച്ചു പറയും, ഹരുമ്മൂ ഇലാ ഹാജത്തിക്കും, ഇങ്ങോട്ട് വരൂ, നിങ്ങളെ സംഗതി ഇവിടെയുണ്ട് എന്ന്. അങ്ങനെ ഒന്നാം ആകാശം മുട്ടുന്നവരെ അള്ളാഹുവിന്റെ മലക്കുകൾ നിലപ്പൊതിയും. അപ്പൊ ഇത് ചെറിയ മജലിസൊന്നുമല്ല. പിന്നെ സംശയം കുഞ്ചൊന്നു, അത് ദുന്യാവൊരു സംശയം. ഇന്നല്ല അന്നും ഇന്നും ഖിയാമം വരെയുന്ന സംശയം ഉണ്ടാകാറില്ല. സംശയക്കാർ സംശയിച്ചു പോയിക്കോട്ടെ എന്നല്ലാതെ നമ്മളതിന്റെ പിന്നാലെ നോക്കണ്ട.
അതുകൊണ്ട് അല്ലാഹു നമ്മളെ അവന്റെ പൊരുത്തപ്പെട്ട അടിമകളാലാക്കി തരട്ടെ. അപ്പൊ നമുക്ക് വല്ല കിബറോ രുജുബോ വല്ലതും വന്നുപോയാൽ അതിനേക്കാൾ വലിയ അപകടം വേറൊന്നില്ല. തവാളു എന്ന് പറഞ്ഞാൽ നീ ഇരിക്കുന്ന സ്ഥലത്തിരിക്ക. അങ്ങനെ ആവുമ്പോ നിന്റെ ബുദ്ധി എന്താ? ഞാൻ ആ തലാന്റെ അടുക്കുന്ന ഇരിക്കേണ്ട ആളാണ്, ചേരിസ് ഇരിക്കേണ്ട ആളാണ്,